ഫോളോവേഴ്സ് 160K ഫോളോവേഴ്സ് ഉണ്ട് ഗൈസ്. സൂചന വന്നത് ഈ ഫോട്ടോയാണ്. ഈ ഫോട്ടോ എടുത്ത് മാന്യ പ്രേക്ഷകർക്ക് കണ്ണുകടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ വെച്ചാൽ ഒരു കിട്ടില്ലം വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വെച്ചാൽ നമ്മൾ ഇന്നും ഒരു വെറൈറ്റി കണ്ടന്റ് തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത്, നമ്മുടെ റിയാക്ഷൻ വീഡിയോ. അപ്പോൾ വെച്ചാൽ നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ബസ് ഭ്രാന്തന്മാർക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ബസ്സാണ്. ബസ്സല്ല, അതൊരു പ്രസ്ഥാനമാണ് ഗൈസ്. നമ്മൾ അപ്രതീക്ഷിതമായിട്ടില്ല, കുറേ ദിവസം കൊണ്ട് പ്രതീക്ഷിച്ചിരുന്ന് ഇന്നലെ രാത്രി ഒരു വീഡിയോ ഉണ്ട്. ഏതാ വീഡിയോ? കൊമ്പൻ ബോംബെയുടെ ഒരു അപ്ഡേഷന് മുമ്പുള്ള കുറച്ച് എന്തൊക്കെ ഉണ്ടെന്നുള്ള ചെറിയ ഭാഗങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ വന്നു. വീഡിയോയുടെ ഒരു റിയാക്ഷനാണ്. കണ്ടില്ല, വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ വെച്ചാൽ നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഞങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫസ്റ്റ് ഇൻ എടുക്കുമ്പോൾ സെർച്ച് കൊമ്പൻ ഹോളിഡേയ്സ്. ഫോളോവേഴ്സ് 160K ഫോളോവേഴ്സ് ഉണ്ട് ഗൈസ്. ഞാൻ ഈയിടയ്ക്ക് ഒരു കൊമ്പനെ ഫസ്റ്റ് കണ്ട സമയത്ത് ഒരു ഡയലോഗ് പറഞ്ഞിരുന്നു, അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. സെലിബ്രിറ്റിയാണ് ഗൈസ്. കാരണം 160K ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ 160,000 ഫോളോവേഴ്സ്, അതും ഇൻസ്റ്റഗ്രാമിൽ. അതും വണ്ടിപ്രാന്തന്മാർ. അന്യായമാണ് മനി, അന്യായം. അതിൽ ചാപ്റ്റർ ബോംബെയുടെ അപ്ഡേഷൻ വരുന്നു എന്നുള്ളൊരു സൂചന വന്നത് ഈ ഫോട്ടോയാണ്. ഈ ഫോട്ടോയിലാണ് നമ്മുടെ ബോംബെയുടെ അപ്ഡേഷൻ വരുന്നു എന്നുള്ളൊരു സൂചന കൊമ്പൻകാര് നമുക്ക് തന്നെ. ഈ ഫോട്ടോ വന്ന നാള് മുതൽ വണ്ടിപ്രാന്തന്മാർ മൊത്തം കാത്തിരുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയും ചെറുതായിട്ടാണ് ഇറക്കിയത്, വലിയ അപ്ഡേഷൻ്റെ ആ മാരക വീഡിയോ ഒന്നും ഇതുവരെ വന്നില്ല. അതിന് ഇപ്പോഴും കട്ട വെയിറ്റിംഗ് ആണ് ഗൈസ്. ഞാൻ പറയാം, ആ ഒരു വീഡിയോ, അതും ബോംബെയുടെ അപ്ഡേഷൻ്റെ വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ മോനെ വേറെ ലെവലായിരിക്കുമല്ലോ. എക്സ്പെക്റ്റേഷൻ വേറെ ലെവലാണ് ഗൈസ്. സംഭവം നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെയാണ് ഗൈസ്. സീനാണ് ഗൈസ്, സീൻ. സംഭവം പൊളിച്ചു. അത് നമുക്ക് സ്ഥിരം പറയാമല്ലോ. കൊമ്പൻ എന്ന് പറയുമ്പോൾ ഒരു പ്രസ്ഥാനത്തിൽ അവര് നമുക്കായിട്ട് വണ്ടിഭ്രാന്തന്മാർക്കായിട്ട് ഓരോന്ന് കാര്യം ചെയ്യുമ്പോൾ അതിൽ മൊത്തം വെറൈറ്റിയാണ്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ റോക്കറ്റ്, പുഷ്പങ്ങൾ, കുറേ സംഭവങ്ങൾ, സ്പേസിലോട്ട് സ്വാഗതം എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടുള്ള കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്തുണ്ട്. കാരണം ആ ഒരു കളർ തീമിൽ കുറേ നമ്മൾ ഇപ്പോഴത്തെ LP സ്കൂളിലൊക്കെ പോയേക്കാണ്. ഇപ്പോൾ ഈ പുഷ്പങ്ങളൊക്കെ വരച്ച് റോക്കറ്റിൻ്റെ പടമൊക്കെ വരച്ച് ചെറിയ ആ ഒരു സംഭവമാണ്. അതിൽ പിന്നെ കൊമ്പൻ്റെ എഴുതി കാണിക്കുന്നതും ബോംബെന്ന് എഴുതി കാണിക്കുന്നതും അല്ല, ഒരു സംശയം ഇതാണ്, ഈ പുഷ്പങ്ങളൊക്കെ ഉള്ള ഒരു ഇത് കാണിച്ചല്ലോ, അത് എവിടെയാണ് ഇരിക്കുന്നത്? വണ്ടി നേരിട്ട് കാണേണ്ടിയിരിക്കുന്നു ഗൈസ്. സംഭവം എന്തായാലും പൊളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോരെ ഗൈസ്, മാസാണ്. എന്തായാലും കൊമ്പൻ്റെ വീഡിയോ ഉണ്ട്, ഇനിയൊരു വീഡിയോ ഉണ്ട് കൊമ്പൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ. ഒരു കിടിലം, നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ആ ഒരു കോപ്പറേറ്റ് അടിച്ചാലും കുഴപ്പമില്ല ഗൈസ്, നിങ്ങൾക്ക് ഞാൻ അത് കാണിച്ചു തരാം. സംഭവം KGFന്റെ പാട്ടാണ്. KGFന്റെ സോങ് കേൾക്കുമ്പോൾ മനസ്സിലാവും, റൊമാൻറ്റിഫിക്കേഷൻ. അതും യോദ്ധാവിന്റെ പഴയ ആദ്യത്തെ ഒരു രൂപമാണ്, ബ്ലാക്ക് അടിക്കുന്ന മുമ്പുള്ള. നീ മരിക്കുമ്പോ ട്രാൻസ്ഫോർമേഷൻ ആണ് ഗൈസ്. പഴയ വൈറ്റിൽ നിന്ന് ബ്ലാക്കിലേക്ക് വന്നപ്പോഴുള്ള ചെക്കൻ്റെ മാറ്റം അതാണ് പവർ. അമ്മ, ഈ ലോകത്തിലുള്ള എല്ലാ സ്വർണവും ഞാൻ അമ്മയ്ക്ക് കൊണ്ടുതരും. അതാ ഈ ഒരു സംഭവമാണ് ഞാൻ അടുത്ത് പറഞ്ഞത്. കോപ്പറേറ്റ് അടിച്ചാലും കുഴപ്പമില്ല. ഈ വീഡിയോ എനിക്ക് ഈ ഒരു ചാനൽ ഇതൊരു പേജ് നോക്കിയപ്പോൾ പെട്ടെന്ന് കണ്ട വീഡിയോ ആണ്. പക്ഷേ റൊമാൻറ്റിഫിക്കേഷനൊക്കെ തോന്നി. കാരണം യോദ്ധാവിൻ്റെ ആ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ കാണുമ്പോൾ ഇപ്പം പറയാം ഗൈസ്. അതാണ് കേസ് പറഞ്ഞത്. കാരണം കൊമ്പൻ എവിടെ കൂടിയോ അവിടെ മൊത്തം പൂരപ്പറമ്പായിരിക്കും. ഏത്
പൊളിച്ചെടുക്കും. Offer closes soon. തൂഫാനാണ് ഗൈസ്, എവിടെ പോയാലും ഇടിച്ച് തൂഫാനാക്കി കളഞ്ഞിരിക്കും. അതാണ് ആ ഒരു എഴുത്ത് കണ്ടോ, പയ്യന്മാരെല്ലാം കൂടി നിൽക്കുന്നു, ചെക്കൻ്റെ ആ എഴുതിയിരിക്കുന്ന കൊമ്പൻ എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു സംഭവം പവറാണ് ഗൈസ്. ഓജാമൻ അത്താണ് എടുത്ത് പറഞ്ഞത്, അതൊരു ആ ഒരു കാണുമ്പോൾ ഒരു ഫീൽ. കൊമ്പൻ நீங்க மட்டும் அவன் குறுக்க போயிடாதீங்க சார். എഡിറ്റിംഗ് കിങ് ഇടാ, വിഷ്വൽ VFX ചെയ്ത് സൂപ്പർ ആയിട്ടുണ്ട്. എഡിറ്റിംഗ് കിങ്. നൈസായിരുന്നു കേട്ടോ. അത് ആരെടുത്തിയതിലും ആ എഡിറ്ററിന് ഒരു കുതിരപ്പവൻ ഗൈസ്. நீ வந்துட்டேன்னு தெரிஞ்சாலே இங்க பாதி பேர் பைக்ல செத்துருவாங்க. ഇത് കുറച്ച് പഴക്കമുള്ള വീഡിയോ. നമ്മൾ ഈ കൊറോണ കാലത്തിനൊക്കെ ശേഷം വണ്ടി വെളി ഇറങ്ങി എന്നുള്ള കാണിക്കുന്ന ഒരു വീഡിയോ. Baby, we bringing up toys. Separate me from the boys. Chopper be singing, should be on the voice. Gang, gang, we gon' ride out. Gang, gang, we don't die. I mean, what is he? I am not. നൈസ് വീഡിയോ. ഇത് മറ്റേ വീഡിയോ ഒക്കെ വെച്ച കോളേജ് എൻട്രി എടുത്ത ഒരു വീഡിയോ ഉണ്ട്, പൊളിയാണ് ഗൈസ്. A monster. കക്ഷി എന്ന് മാത്രമല്ലേ പറഞ്ഞോളൂ. ഈ കക്ഷി ആരാ? I am sinister. ഒരു അവതാരം. I am sinister. ആ ചെറുക്കം പുള്ളിയുടെ മോളിൽ നിന്ന് ഈ വീശുന്ന കൊടി. അത് ഒരവതാരം. I am Lucifer. ഓജമരെ അത് അത്ര ബോംബെയുടെ ഫസ്റ്റ് ഒരു വീഡിയോ ഇറക്കിയായിരുന്നു, അപ്ഡേഷന് വേണ്ടിയിട്ട് ചെക്കൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ആ വീഡിയോ എന്ന് പറയുന്നതും ആ സംഭവം എല്ലാം മറ്റേ അടിയിൽ തണ്ടർ ലൈറ്റ് ഫോണിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും ആ സംഭവം. അതുപോലെ തന്നെ കുറച്ച് അപ്ഡേഷൻ അറിഞ്ഞതെന്ന് വെച്ചാൽ വീലാർച്ചിൽ 3 ലൈൻ സ്ട്രിപ്പാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ കുറേ അപ്ഡേഷൻസ് ഉണ്ട്, എന്തൊക്കെയാണെന്ന് നേരിട്ട് പോയാൽ കാണാമായിരുന്നു, അവസരം കിട്ടുമ്പോൾ എന്ത്. ഹിസ്റ്ററി ഓഫ് ഡാർക്ക്നെസ്, ഡാർക്ക് ആഫ്റ്റർ, അതാണ് കേസ് കൊമ്പൻ്റെ ബോംബെ. അപ്പോൾ ഇന്നത്തെ ഈ റിയാക്ഷൻ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നല്ലപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഔട്ട് ഫ്രം മോഗ്ര വ്ളോഗേഴ്സ്. ബൈ ബൈ.